ലോക പ്രശസ്തമാണ് മറയൂർ ശർക്കര. മറയൂരിൽ വിളയുന്ന കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ശർക്കരയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണ്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ മറയൂർ ശർക്കരയുടെ പെരുമയ്ക്ക്. എന്നാൽ ഇന്ന് ഈ പ്രകൃതിദത്ത മാധുര്യം മൺമറയുകയാണ്. ഇവിടുത്തെ ശർക്കരയുടെ പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് ഇവിടെ വന്ന് മായം ചേർക്കൽ വളരെ കുറവാണ്. കീടനാശിനി ഇവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ വന്ന കളകൾ എടുക്കുന്നത് മുഴുവനും പെണ്ണുങ്ങൾ ആള് വിട്ടിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മരുന്നിന്റെ പ്രയോഗം ഒന്നുമില്ല, വളം ഇടുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും പണിക്കാരാണ്. ഇതനുസരിച്ചിട്ട് ഇവിടെ ഒരു 3000 കുടുംബങ്ങളെങ്കിലും ഇത് കർമ്മകൃഷിയുടെ പണി ചെയ്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് മറയൂർ. ശീതകാല പച്ചക്കറിത്തോട്ടത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം. ഇവിടെ 1000 ഏക്കറിലാണ് കരിമ്പ് കൃഷിയുള്ളത്. ശരാശരി ഒരു ദിവസം 12000 കിലോ ശർക്കര ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കർമ്മ നമ്മൾ കൃഷി ചെയ്യുന്നവർ ഒരു 1000 കുടുംബങ്ങളുണ്ട്, 1000 കർഷകരുണ്ട്. ഈ കർഷകർ വെച്ചാൽ ചെറുകിട കർഷകരുണ്ട്, വലിയ കർഷകർ വരയ്ക്കുമുണ്ട്. നാടൻ ശർക്കര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കേരളത്തിലെ മുഴുവൻ നാടൻ ശർക്കര കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ കേരളത്തിലെ ശർക്കര ഇരിക്കുന്നത് ഒന്ന് മറയൂരും മൂന്നാമത് തൃശ്ശൂർ ആ ഭാഗത്തിൽ വളരെ കുറവേ ഉള്ളൂ. ബാക്കി മുഴുവൻ നാടൻ ശർക്കരന്റെ പേര് പറഞ്ഞാൽ അത് ഈ മറയൂർ ശർക്കരയാണ്. ഇത് ലോക പ്രസിദ്ധി പെറ്റ ഒരു ശർക്കരയാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി GI സർട്ടിഫിക്കറ്റോടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ഒരു ഷുഗർ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉള്ള കർപ്പകൻ പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ഞങ്ങൾക്ക് ഇതിനെ GI സർട്ടിഫിക്കറ്റ് മേടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മറയൂരിലെ കരിമ്പ് കൃഷി. ഈ കരിമ്പിന് രുചി കൂടാൻ കാരണം അമ്ലാംശം കുറഞ്ഞ മണ്ണും കാലാവസ്ഥയും ശുദ്ധജലവുമാണ്. പണ്ടത്തെ കാട്ടിൽ ഇപ്പൊ കൂടുതലാണ്, കർഷകർ കൂടുതലാണ്. പണ്ടത്തെ ഒരു 600-700 ആണെങ്കിൽ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഏരിയ ഇച്ചിരി കൂടിയിട്ടുണ്ട്. കാരണം കൃഷി ഇച്ചിരി കൂടിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ വേറെ മാർഗമില്ല ഇവിടെ. കൃഷി അല്ലാതെ ജീവിക്കാനായിട്ട് വേറെ ഒരു മാർഗങ്ങളില്ല. ചെറുതായിട്ട് മറിക്കണം. മൽബറിക്കും അടയ്ക്ക കൃഷിക്കും ചെറുതായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്നാന്ന് വെച്ചാൽ ഇതിന് മിച്ചമില്ല. ഇപ്പൊ ഇത്രയും വില കിട്ടിയാൽ ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് 46 രൂപ 47 രൂപയ്ക്ക് അടയ്ക്കാണ് വില കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇത് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയി ചോദിക്കുകയാണെങ്കിൽ അവിടെ 70 രൂപ വില ഉണ്ട്. അപ്പൊ ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണ് അത് ഗവൺമെന്റാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ പറയുവാണെങ്കിൽ ആദ്യം ഇത് എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള ഇതുപോലെ ആലപ്പുഴ വെച്ചിട്ട് എല്ലാ കർഷകരാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിനെ വന്ന് ടാക്സ് ഒഴിവാക്കി കിട്ടണം. ഞങ്ങൾ മറയൂർ സംബന്ധിച്ചിടത്തോളം വർഷം മുഴുവനും സർക്കാർ ഉത്പാദനം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ സീസണില്ല. മറ്റേ ഏരിയക്കുള്ള സീസൺ ഉണ്ടാവും. ഇവിടെ അങ്ങനെയില്ല. 365 ദിവസവും സർക്കാർ ഉത്പാദനം നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ ഒരു കുറഞ്ഞത് 20-25 കൃഷിയെല്ലാം ഓടിക്കൊണ്ടേയിരിക്കും എല്ലാ ദിവസവും. അതുകൊണ്ട് ആഴ്ചയിൽ നമുക്ക് 1000 ചാക്ക് 1200 ചാക്ക് വരെ ഉത്പാദനം നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ശർക്കരയാല. കരിമ്പുനീരിൽ നിന്നും ശർക്കര ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. അധ്വാനം ഏറെ ആവശ്യമാണ് ഈ ജോലികൾക്ക്. ഇവിടെ ശർക്കര കുറവാണെങ്കിൽ നല്ല പണിക്കാർ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഈ 1 ഏക്കർ അടിക്കാനായിട്ട് എങ്ങനെയെങ്കിലും കുറഞ്ഞത് ഒരു 7 ദിവസം 6 ദിവസം നമുക്ക് ഈ 1 ഏക്കറിൽ 65 ചാക്ക് അടിക്കാൻ പറ്റും. പണിക്കാരില്ലെങ്കിൽ 1 മാസം എങ്ങനെയും ഈ 65 മൂട് അടിക്കാൻ. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഈ ഇത് 300 മൂട് അടിച്ചോണ്ടിരിക്കും. 6 ഏക്കർ സ്ഥലമാണ്.
ഈ പണിക്കാർ ഇല്ലാതെ കൊണ്ട് ഇപ്പൊ എനിക്ക് ഇത് 2.5 മാസമായി 300 മൂട അടിക്കാൻ. എല്ലാത്തിനും ഡബിളായി. വളത്തിന് ഡബിളായി, പണിക്കാരുടെ ശമ്പളം ഡബിളായി, പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നു. അത് വന്ന് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പഞ്ചായത്തുകാരുടെ എടുത്തിട്ടുള്ള ഒരു ഡെസിഷൻ എന്തെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് കർഷകർക്ക് ഒരു ഗുണവും ചെയ്യാത്ത പരിപാടിയാണ് അവർ ചെയ്യുന്നത്. വയലിലേക്ക് ഇറക്കത്തില്ല. ഈ റോഡിന്റെ സൈഡിലുള്ള പുല്ല് അത് കന്നാലികളെങ്കിലും തീറ്റയ്ക്കാവും, അதையும் വെട്ടി അവർ നശിപ്പിക്കുക. അത് വളർന്നതിന് ശേഷം വീണ്ടും ആ പണി കൊടുത്ത് ചെയ്യുക. ഇതാണ് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ഒരു ഗുണം. ഞങ്ങൾക്ക് ഒരു ഗുണവുമില്ല. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. പണിക്കാരെ കിട്ടുന്നില്ല ഒന്ന്. പിന്നെ അതുകൊണ്ട് അവരുടെ ശമ്പളവും കൂടി. ഇപ്പൊ കിലോക്ക് ശരിക്കും പറഞ്ഞാൽ 45 രൂപയുടെ അടുത്തുണ്ട്. ബാഗിന് 60 കിലോ ബാഗിന് 2800 രൂപ. നമുക്ക് കുറഞ്ഞത് ഒരു 3500 രൂപ കിട്ടിയാൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ നമുക്ക് 2500 കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ അടുത്ത ഒവ്വൊരു വർഷത്തിനും പണിക്കാരുടെ ശമ്പളം മാറിക്കൊണ്ടേയിരിക്കും. ഒവ്വൊരു വർഷത്തിനും പണിക്കാരുടെ ശമ്പളം കൂടിക്കൊണ്ട് ഈ നമുക്ക് കിട്ടുന്ന ലാഭം തിരുപ്പി ആ മണ്ണിന്റെ അകത്ത് ഇട്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. മറയൂർ ശർക്കരയും കർഷകരെയും രക്ഷിക്കാൻ അധികൃതർക്ക് 2 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒന്ന്, ഇടുക്കി പാക്കേജിന്റെ സഹായം വേണ്ട സമയത്ത് നൽകാമായിരുന്നു. മറ്റൊന്ന്, കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മറയൂർ ശർക്കര ഉപയോഗിക്കണമെന്നുള്ള നിയമം കർശനമായി നടപ്പാക്കാമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് വന്നിട്ട് ഈ ഗവൺമെന്റോട് ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും പർച്ചേസ് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അവരൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം സെന്ററിൽ അവരുടെ ഇതുകൊണ്ട് സെയിൽസ് ഡിപ്പോ ഉണ്ട്, അവരിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോട് ചെയ്തിട്ടില്ല. വേറെ വലിയ കച്ചവടക്കാർ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും, കർഷകരിൽ നിന്ന് എടുത്തിട്ടില്ല. ഇവിടുത്തെ വില കിട്ടുന്നത് ഓണം, പിന്നെ വിഷു, പിന്നെ ക്രിസ്മസ്, ശബരിമല, ഇത് 3 സീസണിലാണ് ഇവിടെ വില കിട്ടുന്നത്. അത് എല്ലാവർക്കും കിട്ടാതെ അന്ന് അടിക്കുന്ന കറുമ്പ് അടിക്കുന്നവർക്ക് കിട്ടും. അതിലേ മാർക്കറ്റ് പോകും. കാരണം ആ സമയത്ത് തമിഴ്നാട് സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പാക്കേജ് ആക്കി. ഒരു ഏക്കറിൽ നമുക്ക് കണക്കൂട്ടുവാണെങ്കിൽ ഒരു 60 ചാക്കാണ് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 50 താഴെ പോകാം. ഒരു 60 ചാക്ക്, അതായത് ഒരു ഏക്കറിൽ 60 ചാക്ക് ഉത്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? ഞങ്ങൾക്ക് 60 ചാക്ക് കൃഷിക്കുള്ള ചെലവ് വേറെ, ഇത് ഉത്പാദനം എടുക്കാനായിട്ട് 2 ചെലവ്. എത്ര രൂപ വരും ഏകദേശം ഒരു ചാക്കിന്? ഇപ്പൊ കണക്കൂട്ടുവാണെങ്കിൽ എല്ലാം ഞാൻ 2 ലക്ഷം രൂപ എടുത്താവും. ഒരു ചാക്കിന് എത്ര രൂപ വരും? ഒരു ചാക്കിന് കണക്കൂട്ടുവാണെങ്കിൽ 2500 അടുത്താവും. 500 വരും. 2500 ആവും. ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്തിട്ടിരിക്കുന്നത് 2700. അത് നല്ല വിലയുള്ള സമയമായത്. ഇവിടത്തുള്ള കൃഷിക്കാർ പൂറാം കച്ചവടക്കാർക്ക് പണം മേടിക്കുന്നത്. വർഷം തോറും കൃഷിപ്പണിക്ക് വേണ്ടിയുള്ള പൈസ പൂറാം അവിടെ മേടിക്കും. എല്ലാം പാവപ്പെട്ട കൃഷിക്കാരാണ്. മേടിച്ചിട്ട് വർഷം കഴിഞ്ഞിട്ട് കടം മേടിക്കുമ്പോൾ സർക്കാർ പൂറാ അവർ കൊടുക്കും. കൊടുത്തോളും. മേടിച്ച പൈസക്ക് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കുമ്പോൾ അവരതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം എടുത്തിട്ട് കൊടുക്കുമ്പോൾ മറുപടി കൃഷിക്കാരന് ഒന്ന് കിട്ടാൻ മറുപടിയും വരിക. ഈ റൊട്ടീൻ അങ്ങനെ നടക്കുന്നത്. ഈ മറയൂർ ശർക്കരയുടെ മാർക്കറ്റ് കളയുന്നത് തമിഴ്നാട് സർക്കാരാണ്. ഇവിടെ ചില ആൾക്കാർ തമിഴ്നാട് സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്നിട്ട് മറയൂർ സർക്കാരിന് കയറ്റി അവിടെ കൊണ്ടുവെക്കും. അതാ ഇതിന്റെ മറയൂർ. അപ്പൊ ഈ അവിടെ കുറച്ച് കിട്ടും. ഒരു 500 രൂപ കുറച്ച് കിട്ടും. അത് ഇവിടെ വന്നിട്ട് ഇവിടെ ചാക്കിലിട്ടിട്ട് ഇതിൽ മാറും. അപ്പോൾ അവിടെ പോയി പറയാം മറയൂർ സർക്കാർ. പിന്നെ മറയൂരിന്റെ സർക്കാരിന്റെ ഒരു ക്വാളിറ്റി അവർ കുറയ്ക്കും. ഭൗമസൂചിക പ്രകാരം പരമ്പരാഗത ഉൽപ്പന്നം എന്ന നിലയിൽ മറയൂർ ശർക്കരയ്ക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനം നൽകേണ്ടതാണ്. ഒപ്പം ഇടനിലക്കാരെ ഒഴിവാക്കി ശർക്കര നേരിട്ട് വിപണിയിലെത്തിക്കാനുള്ള സംവിധാനവും നാം ഒരുക്കേണ്ടതാണ്. ഇവിടെ ഡെവലപ്മെന്റ് ഇവിടെ മാർക്കറ്റ് ബ്രാൻഡ് പൊട്ട് മറയൂർ ശർക്കരയ്ക്ക് ஞாயிறு வச்சு ஒரு விலை பிக்சட் பண்ணணும். அது ஒரு இருந்தாத்த கிருஷி அதுக்கு தகுந்த செய்ய முடியும்.